സൈബർ ഇടങ്ങളിൽ ക്രൂരമായ അധിക്ഷേപം നേരിടേണ്ടി വന്നെന്ന ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ വീണ ജോർജ് 24-നോട് മന്ത്രിയെ അപമാനിച്ച് ആരോഗ്യരംഗം മോശമെന്ന് വരുത്താനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും വീണ ജോർജ് പറയുകയാണ്. തുടർച്ചയായ ആക്രമണം പരിധി വിട്ടപ്പോഴാണ് മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് കുടുംബം എടുത്തതെന്നും വീണ ജോർജ് 24-ന്റെ ഗ്രൗണ്ട് സീറോയിൽ പറഞ്ഞു. ഗ്രൗണ്ട് സീറോ എത്തി നിൽക്കുന്നത് ആറന്മുള മണ്ഡലത്തിലാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതെന്ന് ഉറപ്പായിട്ടും പറയാം. അവിടെ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി മന്ത്രി കൂടിയായ വീണ ജോർജ് ആണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഈ കാലയളവിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് ഓരോ മേഖലയിലും ആ വികസന പ്രവർത്തനങ്ങൾ കൺമുന്നിൽ ഉള്ള യാഥാർത്ഥ്യങ്ങളാണ്. ആ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് മണ്ഡലം വളരെ വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ മന്ത്രിസഭയുടെ അവസാന സമയത്ത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളോ അല്ലെങ്കിൽ അതിരുവിട്ട പ്രതിഷേധം വരെ ഉണ്ടായിട്ടുള്ള നേരിട്ട ഒരു മന്ത്രിയാണ്. അതൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓർക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ടോ? ഈ അവസാന വർഷം മാത്രമല്ല 5 വർഷവും ഈ തുടക്കം മുതൽ ഏത് തരത്തിലും അതിനെ പറയാം, വേട്ടയാടലെന്നോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ആക്രമണം എന്നൊക്കെ പറയാം, അതുണ്ടായിട്ടുണ്ട്. ഈ മന്ത്രിയെ കെട്ടി കാണിക്കുന്നതിലൂടെ ആരോഗ്യ വകുപ്പിനെയാണ് വാസ്തവത്തിൽ അത് ഫോക്കസ് ചെയ്തത് എന്നുള്ളത് കാണുന്നത്. ഈ നേട്ടങ്ങളൊക്കെ നിൽക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെട്ടത് കത്രിക അതുപോലുള്ള സംഭവങ്ങളും അതൊക്കെയായിരുന്നു അവസാന സമയങ്ങളിൽ. അതിൽ എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളൊരു കാര്യം, ഈ ഒരു സർജറി നടക്കുമ്പം ഒരു മിനിസ്റ്ററിനൊരു സർജറി, ഇപ്പോൾ ഏത് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് അല്ല മിനിസ്റ്റേഴ്സ് പോളിസി മേക്കിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ് ഉള്ളത്. അപ്പോൾ അടിസ്ഥാന സൗകര്യം ഒരുക്കുക, അവിടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്ന് ഉറപ്പാക്കുക, അല്ലെങ്കിൽ അത് ഓരോ ഓപ്പറേഷൻ തിയേറ്ററിലെ പൊതുവിൽ അവിടുന്ന് വരുന്ന കാര്യങ്ങളുടെ അനുസരിച്ചിട്ട് അത് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, HR ഉണ്ടാകുന്ന ഉറപ്പാക്കുക. ഇതാണ് നമ്മളുടെ ഒരു ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മന്ത്രി എങ്ങനെ ഉത്തരവാദിയാകും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ഞാൻ പല കേസുകളും ഈ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ എനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ ശ്രമമുണ്ടായി. അതിൽ നിന്നൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കാരണം സത്യം മാത്രം ജയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊതുവേ വനിതാ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് CPIM-ലോ ഇടതുപക്ഷത്തോ മാത്രമല്ല, പലയിടത്തും ഇപ്പം മറ്റ് UDFന്റെ MLA അല്ല വനിതാ നേതാക്കളുടെ കാര്യത്തിലും സമാനമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വനിതാ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടുതലാണ് സൈബർ ഇടങ്ങളിൽ. അല്ല, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഇത്തരം സാഹചര്യങ്ങളാണ് ഒരു ഘട്ടത്തിൽ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് കുടുംബം ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇതൊക്കെ ഒരു പശ്ചാത്തലമാണോ? അല്ല, അതിൻ്റെ പശ്ചാത്തലം എൻ്റെ ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫ് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് തുടർച്ചയായ നിരന്തരമായ ആക്രമണം, അതൊരു പരിധി വിട്ട് കഴിഞ്ഞിട്ടുള്ള ആക്രമണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം, കുഞ്ഞുങ്ങൾ, അവർക്കുണ്ടാകുന്ന മനോവിഷമം, അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണല്ലോ. ഒരു നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അബിൻ വർക്കിയാണ് നേതൃസ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആ പ്രതിഷേധങ്ങളുടെ ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്ക് കൂടിയായിരിക്കും അബിൻ വർക്കി ഇവിടെ എത്തുന്നത്. അപ്പം ആ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ കാണുന്നു? UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ ആൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ജില്ലയിൽ ആളില്ലാത്തത് കൊണ്ടാണോ മറ്റുള്ള ജില്ലകളിൽ നിന്ന് ആളെ കൊണ്ടുവന്നത്? ഏതായാലും ആകട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.